ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ AS ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശുക്രന്റെ രാശിമാറ്റമാണ്. ഇപ്പൊ മേടം മുതൽ മീനം വരെ ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ശുക്രൻ എന്നാണ് രാശി മാറുന്നത് എന്നായിരിക്കും ആദ്യത്തെ തന്നെ അല്ലെ. 28/1/2025 ശുക്രൻ രാശി മാറുന്നത്. അതായത് ജനുവരി 28 2025 രാശി മാറുക. അത് 31/5/2025 വരെ ഏകദേശം 120 ദിവസത്തിന് മുകളിൽ ശുക്രൻ മീനൻ രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസം പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ശുക്രൻ മീനത്തിൽ നിൽക്കുന്നുണ്ട്. സോ അവിടെ നമുക്ക് ശുക്രൻ ശനിയുടെ കൂടെ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ വക്രത്തിൽ നിന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബുധനോടെ കൂടെ വരുന്നുണ്ട്, സൂര്യന്റെ കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു മൾട്ടി ഒത്തിരി യോഗങ്ങൾ നമുക്ക് ലഭിക്കുന്ന സമയമാണ് അല്ലെ. അത് മാത്രമല്ല ശുക്രൻ നിൽക്കുന്ന വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലും വ്യാഴം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ശുക്രന്റെ ക്ഷേത്രം. സോ ഇവർ പരസ്പരം രാശിമാറി നിൽക്കുന്നുണ്ട്. സോ അവിടെ തന്നെ ഒരു യോഗം സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉച്ചത്തിൽ വരുമ്പോൾ ഒരു യോഗം പറയാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മാളവി യോഗം പറയാവുന്നതാണ്. ബുധനും ശുക്രനും കൂടി ചേരുന്ന സമയത്ത് ഭദ്രഗോപാല യോഗം, അതുപോലെ തന്നെ ലക്ഷ്മി നാരായണ യോഗം ഒക്കെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അപ്പൊ ഏകദേശം നമുക്ക് ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് ഫലങ്ങളാണ് വരിക. നമുക്ക് സുഖഭോഗങ്ങളുടെ കാര്യത്വം കൊണ്ട് ശുക്രനാണ്. വാഹന കാര്യങ്ങള്, പ്രത്യേകിച്ചും കാറുകൾ, അതുപോലെ ലക്ഷറി ആയിട്ടുള്ള ലൈഫ്, അതുപോലെ ഫുഡ്, നല്ല രീതിയിലുള്ള ടേസ്റ്റി ഫുഡ്സ്, ലക്ഷറി ഫുഡ്സ് ഒക്കെ കഴിക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കുക. ഇപ്പം ഫിലിം ഫീൽഡ്, മീഡിയ ഫീൽഡായി നിൽക്കുന്നവർക്കുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കാര്യത്വം എന്ന് പറയുന്നത് ശുക്രനാണല്ലോ അല്ലെ. അപ്പൊ സോ ഈ ഒരു ശുക്രന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഭാഗ്യത്തെ, ലക്ക്, അതുപോലെ മാരേജ്, ലവ്, ഈ കാര്യങ്ങളിലൊക്കെ ആസ്പദമായിട്ട് വരുന്നതാണ്. തൊഴിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. സോ നമുക്ക് വെച്ച് താമസിക്കില്ല, അധികം താമസിക്കാൻ വീട്ടിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തോളൂ. നമ്മുടെ ഇങ്ങനത്തെ വിജ്ഞാനപരമായിട്ടും ജ്യോതിഷ സംബന്ധമായിട്ടും മിസ്സായിരിക്കാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബും ഓൾ ബട്ടൺ നമ്മൾ ഇടുന്ന വീഡിയോ മിസ്സാവാതിരിക്കാൻ വേണ്ടി കേട്ടോ. ചിത്തിര, ചോതി, വിശാഖം, മുക്കം അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയുന്നത് അല്ലെ. തുലാം രാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തുലാ രാശി നാഥനാണ് ശുക്രൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പം 6ലാണ് നിൽക്കുക, ഉച്ചത്തിൽ വരിക. അപ്പൊ നമ്മൾ ചിന്തിക്കണം 6ൽ പോയി അപ്പം അയ്യോ എനിക്ക് മോശഫലമാണോ? അല്ല. കാരണം എന്താ? തുലാം രാശിയുടെ നാഥനാണ് ആരാണ്? ശുക്രനാണ്. ആ രാശിനാഥനാണ് എവിടെ പോയി നിൽക്കുന്നത്? 6ൽ നിൽക്കുന്നത്. സോ എന്തുകൊണ്ടും നമ്മൾ വേറെ സ്ഥലത്തോടെ പോയി നിന്നാലും നമുക്ക് പ്രശ്നമാണോ? അല്ല. നമുക്ക് നന്മയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. നമുക്ക് നന്മ ചെയ്തില്ലെങ്കിൽ തിന്മ ആരും ചെയ്യുമോ? ഇല്ല. സോ ഇവിടെ ഉച്ചത്തിൽ വരുമ്പോൾ ശുക്രൻ നമുക്ക് കഴിയുമ്പോൾ ദോഷഫലങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് ടഫ് സിറ്റുവേഷനിൽ നിന്നായെങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു പോരാട്ടം ഉണ്ടായോ ആ പോരാടി നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇപ്പൊ ഒരു കാര്യത്തിലായെങ്കിൽ പോലും നമുക്ക് ഇച്ചിരി പോരാടേണ്ടി വരും. എന്നുവെച്ചാൽ അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്, അവസാനം എന്ന് പറയുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് സക്സസ് പ്രദാനം ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 8ൽ വ്യാഴം മറയുന്നുണ്ട്. 6ാം ഭാവത്തിന് 8ൽ മറയുന്നു. സോ 6ൽ 6ൽ നമ്മുടെ രാശിനാഥൻ നിൽക്കുന്ന ഉച്ചത്തിൽ നിൽക്കുന്ന സമയമാണ്. സോ നമ്മുടെ ശക്തി, നമ്മുടെ ശത്രുക്കള്, എതിർപ്പുകൾ, പ്രശ്നങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഷ്ടപ്പെട്ടായാലും തരണം ചെയ്ത് മുറിച്ച് മുന്നിലേക്ക് പോകാൻ സാധിക്കുന്ന ടൈമായിരിക്കും എന്ന് പറയുന്നത്. ഭാഗ്യമോ അല്ലെങ്കിൽ പണത്തെയോ പ്രദാനം ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല ഈ ടൈം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് തുലാരാശിക്കാർക്ക് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരും. ഓക്കെ, നമ്മുടെ മുന്നിലുണ്ടാവുന്ന അവസരങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൊണ്ടുവന്ന് തരും. അതുപോലെ തന്നെ അതേ അവസരം വേറെ ആൾക്കും കൊടുക്കും. അവിടെ നമുക്കൊരു പോരാട്ടം ഉണ്ടാവും. ഓക്കെ, അവിടെ ഒരു മത്സരം ഉണ്ടാവും. ആ മത്സരത്തിൽ ആര് ജയിക്കുന്നു അവർക്ക് ആ അവസരം സ്വന്തമാക്കാം എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കൊരു അവസരം നിങ്ങളുടെ മുമ്പിൽ തരും. അതേപോലെ തന്നെ നിങ്ങളുടെ ഒപ്പോണന്റിന്റെ കയ്യിലും കൊണ്ടു കൊടുക്കും. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് ഈ അവസരത്തെ നിങ്ങൾ രണ്ടുപേരും നോക്കിയെടുക്കുന്നത്? ആരാണ് പോരാടി വിജയിക്കുന്നത് അവരായിരിക്കും ഇത് വിജയിക്കുക. സോ നിങ്ങൾ നന്നായി പരിശ്രമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പോരാടി വിജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഏതൊരു പോരാട്ടം ഉണ്ടായാലും ആ പോരാട്ടത്തിന്റെ അവസാന വിജയം കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത്. സോ നമ്മളനുസരിച്ചൊന്ന് പരിശ്രമിച്ചാൽ മാത്രം മതി കേട്ടോ. അതുപോലെ നമുക്ക് നമ്മുടെ കഴിവുകളൊക്കെ നമുക്ക് ഒരു യുദ്ധം പോലെ നമ്മുടെ കഴിവുകൾ തമ്മിൽ തന്നെ ഒരു യുദ്ധം ഉണ്ടാവാനൊക്കെ ചാൻസ് ഉള്ള ടൈമാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാശിനാഥനെ നോക്കുകയാണെങ്കിൽ രാശിനാഥന് ബലത്തിൽ നിൽക്കുന്ന സമയമാണ് ഉച്ചത്തിൽ വരുന്നത്. സോ നമ്മൾ എങ്ങനെ നോക്കിയാലും ഏത് തരത്തിൽ നോക്കിയാലും നമുക്ക് ജയിക്കാൻ സഹായിക്കുന്ന ടൈം തന്നെയായിരിക്കും. മത്സര പരീക്ഷയിലുള്ളവർക്കായാലും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കായാലും എല്ലായിടത്തും നമുക്കൊരു വിജയം കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. നമ്മുടെ കഴിവുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യും? വിജയിക്കാൻ സാധിക്കും കേട്ടോ. റിലേഷൻഷിപ്പിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം.
അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത്. നമ്മൾ പല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ജോബ് ഓറിയൻറ്റഡ് ആയപ്പോൾ ആ രീതി, ബിസിനസ് ആ രീതി ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ ഉണ്ടാവണേ. കാരണം എന്നാ, തന്നെ ഇപ്പം പണ്ടത്തെ പോലെ ഗവനിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ അവിടെ നിന്നുണ്ടാവും ചെറിയ ഒരു കുശുമ്പ്, അല്ലെങ്കിൽ ചെറിയൊരു സങ്കടം, ചെറിയൊരു വിഷമം ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. സോ ആ വിഷമം അല്ല സങ്കടമാണ് എന്ത് ശരിക്കും ഒരു കലഹത്തിലേക്കൊക്കെ വരാൻ ചാൻസ്. സോ ആ ഒരു കാര്യം, സോ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അവരെയും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ഒപ്പത്തിൽ തന്നെ കൊണ്ടുപോവാം. ഓക്കെ, അല്ലാതെ അവിടെ പോയി വിട്ടേക്കാം ആ രീതി പോകാതെ എന്ത് ചെയ്യുക, ആ സ്നേഹവും താരതമ്യം കൊണ്ടുപോകാം. ഇപ്പം നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ ആയാലും നമ്മൾ എന്ത് ചെയ്യുക, സന്തോഷകരമായി പോകും. എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പം തൻ്റെ പങ്കാളിക്ക് അറിയാം ഓക്കെ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാവും. അതുപോലെ തന്നെ തൻ്റെ പങ്കാളി തുലാം രാശിയിൽ ജനിച്ചവരുണ്ട്, നിങ്ങൾ അതാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെയാണ്. സോ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. സോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ പ്രശ്നങ്ങളില്ലാതൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ പണം കൊടുക്കൽ വാങ്ങലിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത്ര നല്ല സമയമൊന്നുമല്ല. സോ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കടങ്ങളൊക്കെ കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. എന്നിരുന്ന് നമ്മൾ ഒത്തിരി വാങ്ങിക്കൂട്ടുന്നല്ല, കടം കിട്ടുന്നുണ്ടല്ലോ എന്നാൽ കുറച്ച് വാങ്ങിക്കൂട്ടിയേക്കാം എന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, നമ്മുടെ ആവശ്യം ഞാൻ വലിയ എമൗണ്ടൊക്കെ കടമെടുത്ത് വെക്കല്ല, ചെറിയ രീതിയിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ എന്തെങ്കിലും കടങ്ങൾ എടുക്കുക. ഒത്തിരി വലിയ കടങ്ങളൊന്നും എടുക്കാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്കൊന്നും പോവണ്ട, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും പിന്നെയും ചെയ്യുന്നവരുണ്ടെങ്കിലും നല്ലതെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല സപ്പോർട്ടുകളൊക്കെ കിട്ടും. നമ്മൾക്ക് ധനപരമായിട്ട് മാത്രമല്ലാതെയും മറ്റു തരത്തിലുള്ള സപ്പോർട്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കിട്ടുന്ന ഒരു ടൈം തന്നെയായിരിക്കും ഈ ഒരു മാസങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. കാരണം ശുക്രന്റെ ഒരു ചാരഫലത്താൽ നമുക്ക് ഒരു ഫലങ്ങളൊക്കെയാണ് പ്രധാനം ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് ഈ ശുക്രന്റെ രാശിമാറ്റം കാരണം നിങ്ങൾക്ക് പണമോ ഭാഗ്യമോ കൊണ്ടു തരും എന്നല്ല പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യും, അവസരങ്ങൾ തരും. ഓക്കെ, പോരാടേണ്ട വരും, മത്സരിക്കേണ്ടി വരും. മത്സരത്തിൽ അവസാനം നമുക്ക് എന്ത് ചെയ്യും, വിജയം എത്തിക്കാൻ സാധിക്കും നമ്മുടെ പരിശ്രമം കൃത്യമായിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇത്രയൊക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേരും നക്ഷത്രവും കൂടി താഴെ കമന്റ് ചെയ്യുമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ശുക്രന്റെ ഗോചര ഫലമാണ് പറഞ്ഞത് അല്ലെ. ശുക്രന്റെ രാശി മാറ്റത് ശുക്രന്റെ ഉച്ചത്തിൽ വരും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ്. അപ്പൊ നമ്മൾ ഈ ഫലങ്ങളൊക്കെ വരുമ്പോൾ ചിലരുടെ ഏറ്റവും വലിയ ഡൗട്ടാണ്, ഞാൻ രാശി വെച്ചാണോ നോക്കേണ്ടത് അതല്ലെങ്കിൽ ലഗ്നം വെച്ചാണോ നോക്കേണ്ടത് എന്ന് ചോദിക്കാൻ നമ്മൾ എല്ലാ വീഡിയോയിലും പറയണം. നമുക്ക് രണ്ടും വെച്ച് നോക്കാം. രാശി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥ, മനസ്സിന്റെ ഒരു സ്ഥിതിയാണ്. അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ്. സോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, ആ വിധിയെ സംബന്ധിച്ച് ലഗ്നവും അതുപോലെ തന്നെ മനസ്സിന് റിലേറ്റഡ് ആയിട്ട് നമ്മൾ രാശിയുമാണ് ചിന്തിക്കുന്നത്. സോ രണ്ടും കൂടി ചിന്തിച്ച് നമ്മളൊരു സമ്മിശ്ര ഫലമായിട്ട് നോക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ശുക്രന്റെ ബലാബലങ്ങളൊക്കെ ചിന്തിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത്, ഏത് അപകാരമാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കുക. നിങ്ങൾക്ക് അനുകൂലമായ ടൈമായെങ്കിൽ നിങ്ങൾക്ക് ഫലങ്ങളും ഗോചര അനുകൂല ഫലങ്ങൾ പറഞ്ഞവർക്ക് അനുകൂലമായ ഫലങ്ങൾ വരും. അത് മച്ചായെങ്കിൽ അതനുസരിച്ചുള്ള ഏറ്റവും കുറച്ചിൽ ഉണ്ടാവും കേട്ടോ ജീവിതത്തിൽ. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമുക്കറിയാം ശുക്രന്റെ കാര്യത്വങ്ങളൊക്കെ അറിയാം അല്ലെ. സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, പക്ഷെ പ്രധാനമായിട്ട് നമ്മുടെ ജാതകത്തിൽ ശുക്രന്റെ ബലാബലങ്ങളൊന്നും ചിന്തിക്കണം. സോ ജാതകത്തിൽ എവിടെയാണ് ശുക്രൻ നിൽക്കുന്നത്, ആരുടെ കൂടെയാണ്, ആരുടെയെങ്കിലും യോഗം ചെയ്താണോ, ഉച്ചത്തിലാണോ, വക്രത്തിലാണോ ഉള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ശുക്രന്റെ നില എന്താണ് മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ ശുക്രന്റെ ഗോചരഫലം വെച്ച് നോക്കുമ്പോഴുള്ള ഫലങ്ങളും കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ദശ ഏതാണ്, അപകാരം ഏതാണ്, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ കൂടെ ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പൊ അത്രയും കൂടി നോക്കി കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ ജാതകം കൂടി വെച്ച് വേണം നമ്മുടെ മന്ത്ലി പ്രെഡിക്ഷൻ നമ്മൾ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ. അതുപോലെയാണ് നമ്മുടെ ഈ ശുക്രന്റെ ഗോചരഫലം നോക്കുമ്പോൾ, ഒരു ഗ്രഹത്തിന്റെ ഗോചരഫലം നോക്കുമ്പോഴും നമ്മുടെ ജാതകത്തിൽ കൂടി നമുക്ക് നോക്കാം ആ ഒരു ഫലം നമുക്ക് വരുന്നുണ്ടോ. ഇപ്പൊ നമുക്ക് ഗോചരാൾ നല്ല അനുകൂലമാണ്, പക്ഷെ ജാതകവശാൽ നമുക്ക് അത്ര അനുകൂലം അല്ലെങ്കിൽ നമുക്ക് അത്ര അനുകൂല ഫലം കിട്ടുകയില്ല. ഓക്കെ, സോ ആ കാര്യങ്ങളോട് ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പുതിയ കമ്മ്യൂണിറ്റി പറയുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയാണ് പവേഴ്സ് ക്ലബ് എന്നൊരു കൂട്ടായ്മ, നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയാണ്. സോ അതിൽ ജോയിൻ ചെയ്യുമെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ചില സമയത്ത് ഫ്രീ വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ ആ ഫ്രീ വെബിനാർ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല നമ്മുടെ മറ്റു പെയ്ഡ് ആയിട്ടുള്ള വെബിനാർസ് ഒക്കെ വരുമ്പോഴും നിങ്ങൾക്ക് അതിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. സോ അതിൽ മെസ്സേജസ് വരും. സോ അപ്പം നിങ്ങൾക്ക് അത് ചേരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. മറ്റേ നമ്മൾ ചിലപ്പോൾ ആ ഒരു വെബിനാർസിനെ കുറിച്ച് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ
നമുക്ക് അറിയാൻ സാധ്യതയില്ല. പക്ഷേ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ നടത്തുന്ന വെബിനാർസ് ഡീറ്റെയിൽസ് മറ്റുള്ളവരിലേക്ക്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കുറച്ചുകൂടി എത്തണം, നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സിലേക്ക് എത്തണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന വെബിനാർസ് ഒക്കെ നിങ്ങൾക്ക് എന്താണ് ഈസി ആക്സസ് ആയിട്ട് നമുക്ക് അതിന് കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് 19-ാം തീയതി മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞൊരു വെബിനാർ ഉണ്ട്. സോ ആ വെബിനാർ എന്ന് പറയുന്നത് എന്താണ്, പ്രധാനമായിട്ട് 3 കൺസെപ്റ്റ് ആണ് ഇതിൽ പഠിപ്പിക്കുന്നത്. അതിൽ 3ാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗംഭീരമായിട്ട് നമുക്ക് ആ ബിസിനസ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യാണ്, നമ്മുടെ ബിസിനസ് ലൈഫ് തന്നെ കുറച്ചുകൂടി സെറ്റ് ആക്കാണ്. നമ്മുടെ നോർമൽ ലൈഫ് ആണെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രധാന മാർഗം അല്ലെങ്കിൽ പ്രധാന ഒരു വഴികാട്ടി തന്നെയായിരിക്കും മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത്. സോ ഒരു വെബിനാർ ജനുവരി 19-ാം തീയതി ഉണ്ട്. സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. സോ കറക്റ്റായ ഡീറ്റെയിൽസ് കിട്ടും. സോ അതിന് മുമ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മുടെ വെബിനാറിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഗൂഗിൾ മീറ്റിലായിരിക്കും ക്ലാസ്സസ് വരിക. സോ അവിടെ എന്താ നമുക്ക് കാണാം കേട്ടോ. ക്ലാസ് മിസ് ചെയ്യേണ്ട. മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ പ്രോഗ്രാമാണ്, സൗജന്യമായിട്ടുള്ള വെബിനാറാണ്. സോ മിക്സ് ചെയ്യൽ, അതുപോലെ തന്നെ സൗജന്യമാണല്ലോ ഓർത്ത് വാല്യൂ ഇല്ലാന്ന് വിചാരിക്കല്, ഹൈലി വാല്യൂബിൾ ആയിട്ടുള്ള കണ്ടന്റുകളാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുക. സോ ആ വെബിനാർ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുമോ, അതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി നമുക്ക് സെൻഡ് ചെയ്ത് തരാം. സോ മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ആഫ്റ്റർ ദ വെബിനാർ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലുള്ള ചേഞ്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ, ഉറപ്പായിട്ടും. സോ എന്തൊരു കാര്യത്തിലും നമ്മൾ ഈശ്വര പ്രാർത്ഥനയോടെ എല്ലാം നടക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക കേട്ടോ.